ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് നാടൻ രുചിയിൽ നല്ല വറുത്തരച്ച ഒരു ചിക്കൻ കറി റെഡിയാക്കാം. നല്ല മണമുള്ള നല്ല വറുത്തരച്ച മസാലയോട് കൂടിയുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മൾ തേങ്ങ വറുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മതി വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഒരു 4 ചുമന്നുള്ളി അരിഞ്ഞത്, ചെറിയ ചുമന്നുള്ളി അരിഞ്ഞത്, പിന്നെ അതിനകത്തേക്ക് ഒരു വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, കറിവേപ്പില, ഒരു 3 ഗ്രാമ്പൂ, ഒരു കഷ്ണം കറുവപ്പട്ട, കുറച്ച് കുരുമുളക്, 2 ഏലക്ക, ഇത്തിരി പെരുംജീരകം. ഇതെല്ലാം കൂടി നമുക്ക് ഒന്നിട്ട് ചൂടാക്കാം. അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ, ഒരു അരമുറി ഇല്ല കേട്ടോ, അതിന് കുറച്ച് തേങ്ങ. ഇനി നന്നായിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ചുവന്ന് തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ ഏതാണ്ട് നല്ല നിറം ഇതായി. നമുക്ക് തീ കിടത്താം. തീ കിടത്തി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇതിന് വേണ്ടത് മഞ്ഞൾപ്പൊടി, ഇത് ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഇതിനകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഈ തേങ്ങയിൽ തന്നെ കിടന്നുകൊണ്ട് നന്നായിട്ട് മൂത്തോളൂ. ഒന്നും കൂടി ചെറുതായിട്ട് ചെറിയ തീ വെക്കണം. അത് ഇതൊന്ന് എല്ലാം ഇളക്കി മിക്സ് ചെയ്തിട്ട് തീ കത്തിച്ചാൽ മതി. ചെറിയ തീയിലാണ് ഞാനിപ്പോൾ ഇത് വെച്ചേക്കുന്നത്. നല്ല തീ കൊടുക്കരുത്, തീരെ ചെറിയ തീയിൽ ഇതൊന്നുകൂടി മൂപ്പിച്ചെടുക്കണം. അപ്പം അതിൻ്റെ മുളക് പൊടിയുടെയൊക്കെ പച്ചമുളക് മാറി നല്ല സ്മെല്ല് ഇപ്പം തന്നെ വരുന്നുണ്ട്. നിർത്തി കുറച്ച് നേരം ഇത് തണുക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ചെറിയ ചൂട് വേണം. ആ ചൂടോടെ അരച്ചെങ്കിലേ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ചെറിയൊരു ചൂടുണ്ട്. ആ ചൂടോടുകൂടി ഞാൻ അരച്ചെടുത്തോണ്ട് വരട്ടേനെ. ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തില്ല. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് അരഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടപ്പിട്ട് വെച്ച് ഈ ചിക്കൻ നമ്മൾ റെഡിയാക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പാത്രം അടപ്പിട്ട് വെച്ചു. ചട്ടി ചൂടായിട്ടുണ്ട്, പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണ മതി, ഒത്തിരി എണ്ണ എടുത്ത് നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കണതല്ലേ, അപ്പോൾ തേങ്ങ തന്നെ ഉണ്ട് നന്നായിട്ട് എണ്ണ. നമുക്ക് ഇതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും നമുക്കൊന്ന് ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇന്നത്തെ സവോള നമ്മൾ ഈ തീരെ കുറച്ച് വെച്ചാൽ നമുക്ക് സവോള അരിഞ്ഞ് വെച്ചേക്കുന്നത് കൊടുക്കാം. സവോള അരിഞ്ഞില്ല, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. നന്നായിട്ട് ഇതിൻ്റെ കളറ് മാറി നല്ല ബ്രൗൺ കളർ ഒരു ഉള്ളിക്കൊക്കെ അപ്പോഴത്തേക്ക് ചെറിയ തീയിൽ ഇതാക്കിയാൽ മതി. നല്ല തീ കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. കരിയാതെ നല്ല പാകത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കണം. നമ്മുടെ സവാളയൊക്കെ നിറം മാറി തുടങ്ങി, ബ്രൗൺ കളറായി തുടങ്ങി. ഇതിനകത്തേക്ക് ഇച്ചിരി ഞാനൊരു ലേശം ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലേശം ഇട്ടുള്ളൂ കേട്ടോ. അതിനകത്ത് നമ്മൾ പാകത്തിന് ചേർത്തിട്ടുണ്ട് തേങ്ങയിൽ. ഇതൊന്ന് ആ പൊടിയൊന്ന് മൂക്കണം. ആ പൊടി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി ഒന്ന് നന്നായിട്ട് ഇളക്കി വെന്ത് വരണം. അതൊന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വെന്ത് വരട്ടാൻ കഴിയുക. നമ്മുടെ തക്കാളിയൊക്കെ വെന്തോന്നൊന്ന് നോക്കാം. ഇതായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ്. അത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് കഴുകി വാരി വെച്ചേക്കുന്നതാണ്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ചിക്കനുമായിട്ട് ഇത് ഒരു 10 മിനിറ്റ് വേണ്ട, 10 സെക്കൻഡ് ജോലി കൂട്ടി ഇളക്കിയെടുക്കണം നമുക്ക്. അന്നത്തെ ഇതിനകത്ത് അരപ്പൊഴിച്ചു കൊടുക്കാം. മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കണേ അരപ്പൊഴിച്ചു കൊടുക്കാം.
നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതാണ്. അങ്ങനെയാണ് വറുത്ത തേങ്ങ അരച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നതായിട്ട് നല്ലത് എപ്പോഴും. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ വേവാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ആ പാത്രം തന്നെ കഴുകി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഇവിടെ മൂടി വെച്ച് ഇതൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ കറി എന്തായെന്നൊന്ന് നോക്കണ്ടേ? സൂപ്പറായിട്ടുണ്ട്. കറി പറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പുണ്ട്, പാകത്തിന് എരിവും എല്ലാം പാകത്തിനുണ്ട്. നമുക്ക് തീ കിടത്താം. അപ്പം നമ്മളുടെ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ തണുത്ത് കഴിയുമ്പോൾ കൂട്ടണതാണ് നല്ലത്. അപ്പോൾ ഒരു അരമണിക്കൂർ തണുക്കാൻ വെക്കട്ടെ. ഇതുപോലെ കൂടുതൽ നാടൻ രുചിയുള്ള കറികളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും എനിക്ക് വലിയ ഒരു പ്രചോദനമാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.